ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് ടോക്സിക്. ഞാൻ ഈ മൂവി കാണാനുള്ള ഒരു പ്രധാന കാരണം യാഷ് ഇതിൽ ഹീറോ ആയിട്ട് വരണമുണ്ടായിരുന്നു. ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൂവി പോയി കണ്ടപ്പോഴുള്ള കാര്യം പറയാലോ, ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ ഓക്കെ നന്നായിരുന്നു, കൊള്ളാം. മൂവിയുടെ മേക്കിംഗ് കൊണ്ടും യാഷിന്റെ ഒരു പ്രസൻസ് കൊണ്ടും അത്യാവശ്യം നല്ല പോലെ പോയായിരുന്നു. ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് എൻഡിലോട്ട് ചെല്ലുന്നതോറും മൂവിയുടെ സ്റ്റോറി മൊത്തത്തിൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു ഡ്രാമ പോലെയൊക്കെ, ഒരു സീരിയൽ പോലെയൊക്കെ ഈ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇമോഷണൽ സീനൊക്കെ വരുമ്പോൾ ഓഡിയൻസ് ഒക്കെ ഇരുന്ന് ചിരിക്കായിരുന്നു. അമ്മാതിരി വെറുപ്പിക്കലാണ് എൻഡിലോട്ട് എത്തിയപ്പോൾ ഒരു ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ആ യാഷിന്റെ മകനായിട്ടുള്ള ഈ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള യാഷ് തന്നെ ചെയ്യുന്ന വേറൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഓക്കെ ചെയ്തായിരുന്നു മൂവി. നല്ല പക്കാളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആളുടെ ഒരു വില്ലൻ എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അടിപൊളിയായി പക്കയായിട്ട് പോയിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, കയ്യിന്ന് പോയ പോലെ. ഈ സ്റ്റോറിയിലെ ഹീറോയിൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കിയാരയുടെ പെർഫോമൻസ് എടുത്തു പറയണം. ഒരു സർക്കസിൻ്റെ ഉള്ള ഒരു സീനൊക്കെ ഉണ്ട് അതിൽ, ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീന്. ആള് അഭിനയിക്കുന്നൊക്കെ അടിപൊളിയായിരുന്നു. ആളുടെ യാഷിന്റെ മകനും ഈ ഒരു സീനിലുണ്ട്. അത് ട്രെയിലറിലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. ആ ഒരു സീനും കിയാരയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിരുന്നു. ഇമോഷൻ സീൻ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ടീം, നല്ലൊരു ആക്ടേഴ്സ്, നല്ല ക്യാമറ വർക്ക്, നല്ല എഡിറ്റിങ്, നല്ല സിനിമാറ്റോഗ്രഫി, അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ടീമിനെ കിട്ടിയിട്ട് സ്റ്റോറി കൊണ്ടുപോയിട്ട് ഒരുമാതിരി നശിപ്പിച്ച് കളഞ്ഞു. എന്തോന്ന് കാട്ടിവിട്ടില്ലേ, എനിക്ക് അങ്ങനെ തോന്നിയത് ഈ മൂവി കണ്ടിട്ട്. ഇപ്പം എല്ലാവർക്കും ഇത് അഭിപ്രായമാണോന്ന് അറിയില്ല, ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ എൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ എനിക്ക് അങ്ങനെ തോന്നി. അത്യാവശ്യം നല്ലൊരു ടോക്സിക് എന്ന് പറയുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ടോക്സിക് എന്നാണ് ഈ മൂവിയുടെ പേര്. ഈ സീരിയലിലൊക്കെ കാണിക്കുന്ന പോലത്തെ പരിപാടി കാണിച്ച് എൻ്റെ ആക്കണത് മൂവി. പിന്നെ മൂവിയിൽ ലാസ്റ്റ് എന്തിനോ വേണ്ടിയിട്ട് ഭയങ്കര വലിയൊരു ഫൈറ്റും ഇടയിൽ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഒന്നും പറയണ്ട, അതിൽ ക്യാരക്ടേഴ്സിന് ഒരു ഇമ്പാക്റ്റ് വേണ്ടേ. ആ ഒരു യാഷിന്റെ റായ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നിർത്തി ഊക്കുന്ന പോലെ എനിക്ക് തോന്നി. ബാക്കിയുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സും അങ്ങനെ ഫീൽ ചെയ്ത്. ആ മൂവി ഒരു ഫൈറ്റ് സീൻ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന 80+ ആയ കുറെ ഫൈറ്റ്സ് ഉള്ള അങ്ങനെ ഒരു മൂവിയായിട്ട് സിമ്പിളായിട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ എൻഡ് ചെയ്യായിരുന്നു മൂവി ആയിരുന്നു. അവസാനം കൊണ്ടുപോയി മൊത്തത്തിൽ അങ്ങോട്ട് കളഞ്ഞു. ഇന്റർവെൽ വരെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ലതായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല, ഒരു ഫീൽ തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലായിരിക്കും കുറച്ചുകൂടി നന്നാവുന്ന വെച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ എനിക്ക് ഡിസപ്പോയിൻമെന്റ് ആയത്. ആ കാര്യം പറയല്ലോ, എന്തിനും ഇങ്ങനെ സ്റ്റോറി കാണിച്ചു വെച്ചെന്ന് ആലോചിക്കുന്നത്. ഇനിയിപ്പോ ആളുടെ KGF കഴിഞ്ഞതിന് ശേഷം യാഷ് ഒരു മൂവി ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു മൂവിയിലേക്ക് എത്തുന്ന ഞാൻ വിചാരിച്ചില്ല. കുറച്ചും കൂടി നല്ലൊരു മൂവി നോക്കിയിട്ട് എടുക്കായിരുന്നു. പിന്നെ ഈ മൂവിക്ക് നല്ല പോലെ ആളുകൾ വരാനുള്ള ഒരു കാരണം പ്രധാനമായിട്ട് യാഷാണ്. ഞാനടക്കം യാഷ് ഒരു ഹീറോ ആയിട്ട് വരുന്ന മൂവി എന്നുള്ള രീതിയിലാണ് ഈ മൂവി പോയി കണ്ടത്. പക്ഷെ ഇങ്ങനെയൊന്നും വെച്ചില്ല. ഇനിയിപ്പോ യാഷിന്റെ അടുത്തിന് ഒരു മൂവി വരുന്നുണ്ട്, രാമായണത്തിൽ രാവണനായിട്ട്. ഇനിയിപ്പോ അതിലാണ് ഇപ്പൊ ഒരു പ്രതീക്ഷ. മൂവി മൊത്തം 3 മണിക്കൂറിന് മേലെ ഞങ്ങളുടെ ടൈം വരണത്. അതിലൊരു 2 മണിക്കൂറൊക്കെയാണ് പിന്നെയും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത്. പിന്നെ ലാസ്റ്റ് 1 മണിക്കൂർ ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ പോലെ വെറുപ്പിക്കലായിരുന്നു. മൂവി ഇങ്ങനെ വലിച്ചു നീട്ടണ പോലെ. എന്തിനോ വേണ്ടിയിട്ട് ഈ ക്ലൈമാക്സ് ഇതിപ്പോ എന്താ ഉണ്ടായെന്ന് നമ്മളിങ്ങനെ അപ്പുറത്ത് പുറത്ത് ചോദിക്കും. അങ്ങനത്തെ ഒരു ജാതി ക്ലൈമാക്സ് ആയിപ്പോയി. പിന്നെ ഈ മൂവിയിൽ പിന്നെ വിഷ്വൽസ്, ഫൈറ്റ് സീൻസ്, ഗൺ ഷോട്ട്സ് അങ്ങനത്തെ എടുത്തു വെച്ചിരിക്കണം. ആ ഇതിന്റെ ടെക്നീഷ്യൻസ്, പിന്നെ ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നവരുടെ ഒരു ആക്ടിങ് പെർഫോമൻസ്, അതൊക്കെയാണ് ഈ മൂവിയിൽ എനിക്ക് എടുത്ത് നല്ലതെന്ന് പറയാമെങ്കിൽ കുറച്ച് കാര്യങ്ങളുള്ളത്. പിന്നെ യാഷിന്റെ ഒരു മകനായിട്ട് വരുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നതും അത്യാവശ്യം യാഷിന്റെ ട്രാൻസ്ഫോമും അതിന് വേണ്ടിയിട്ട് ഈ മൂവിക്ക് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് യാഷ് എന്തായാലും. അത് ഈ മൂവിയിൽ കാണാനുണ്ട്. ഈ മൂവിയുടെ ടീം ആയിക്കോട്ടെ എല്ലാവരും. ബട്ട് സ്റ്റോറി കൊണ്ടുപോയി ഈ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞില്ലേ, മൂവി ഒരു സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് ആ സിനിമയുടെ സ്റ്റോറി തന്നെയാണ്. ഉള്ള കാര്യം പറയാം. പിന്നെ ഈ മൂവി നല്ല ഓണായിട്ട് നല്ല പ്രതീക്ഷയുള്ള ഒരു മൂവിയും കൂടി ആയിരുന്നത്. എനിക്ക് തീരെ പ്രതീക്ഷയില്ലാത്ത മൂവി ആയിരുന്നു ബദലും കുടുംബ യൂണിറ്റ്. പിന്നെ ഖലീഫ പിന്നെയും കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ടോക്സിക് ആയിരിക്കും അത്യാവശ്യം നന്നായിരിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇതിപ്പോ നേരെ തിരിച്ചായി. ബദലേമാണ് എനിക്കിപ്പോ കണ്ടതിൽ വെച്ച് കൂടുതൽ നല്ല എന്റർടൈൻ ചെയ്തത്. ഒരു മൂവി കണ്ടു എന്നുള്ളൊരു ഫീൽ കിട്ടി. അപ്പൊ ഇനിയിപ്പോ എന്തായാലും അടുത്തൊരു മൂവി ആയിട്ട് കാണാം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.